ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ വാർത്തകളെ ഇഴകീറി പരിശോധിക്കാൻ ഓരോ പത്രങ്ങളും എങ്ങനെയൊക്കെയാണ് ഓരോ വാർത്തകളെ നൽകിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തരാൻ വളരെ വിശദമായി പറഞ്ഞു തരാൻ നമുക്കിപ്പം ഉള്ളത് മിസ്റ്റർ ശ്രീജിത്ത് ബാലകൃഷ്ണനാണ്. സ്വാഗതം ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം. തീർച്ചയായും സേതു, നിങ്ങൾ തിരികെ എത്തിയിരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയും ഭീകരാക്രമണവും ഒക്കെ നമ്മളെ ഡെസ്കിലേക്ക് വലിച്ചുകൊണ്ടുപോയി വീണ്ടും തിരിച്ചു വന്നു. തീർച്ചയായും. അതായത് പ്രേക്ഷകരുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ വേറൊരു കാര്യം പറയണം. ഈ ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഈ നിൽക്കുന്ന മനുഷ്യൻ ഒരു വെറും മനുഷ്യനല്ല. അതായത് നമ്മുടെ ഈ ചെറിയ വാർത്തകൾ മുതൽ വലിയ വാർത്തകൾ വരെ ഇവിടെ പറയാൻ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരൊറ്റ ആളെ നമുക്കുള്ളൂ. അതാണ് മിസ്റ്റർ ശ്രീജിത്ത് ബാലകൃഷ്ണൻ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാൻ ആരംഭിക്കട്ടെ. നിരവധി വാർത്തകളൊരു ദിവസം ആണ് കടന്നു പോകുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്കറിയാം, അദ്ദേഹം ഓർമ്മയിലേക്ക് നിത്യതയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ചരിത്ര പണ്ഡിതൻ, അധ്യാപകൻ അദ്ദേഹം MGS നാരായൺ അദ്ദേഹം വിടവാങ്ങുന്നു. ഒപ്പം തന്നെ ഭീകരാക്രമണത്തിൻ്റെ വലിയ വാർത്തകൾ കൂടിയുള്ളൊരു ദിവസം. എല്ലാം വേഗത്തിൽ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. ആദ്യം ഫ്രാൻസിസ് മാർപ്പാപ്പയിലേക്ക് പോകാം. അതിൻ്റെ തലക്കെട്ടുകളാണ് നമുക്കറിയാം. നമ്മളെല്ലാ ദിവസവും പത്രങ്ങൾ സംസാരിക്കുമ്പോൾ ഇത്തരം വലിയ വാർത്തകളുമായി ബന്ധപ്പെട്ട് തലക്കെട്ടുകളാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ മനോരമയും മാതൃഭൂമിയും നമ്മുടെ മലയാള പത്രങ്ങളെല്ലാം, ഒപ്പം ഇംഗ്ലീഷ് പത്രങ്ങളും. അതിൽ മനോരമ പ്രാർത്ഥനകളിൽ പാപ്പ, അത് അങ്ങനെ തന്നെയാണ് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ മനോരമ എടുത്തത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ ലോകത്തിന് ഇനി ലോകത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്കും എല്ലാ നല്ലതിനും വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മനോരമയും ആ അർത്ഥത്തിൽ നല്ലൊരു മനോഹരമായ ഹെഡിങ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലി ലോകം, ഒപ്പം ഫ്രാൻസിസ് പാപ്പയ്ക്ക് നിത്യവിശ്രമം, അതൊരു മാതൃഭൂമി അങ്ങനെ ഒരു ഹെഡിങ്. പാപ്പയ്ക്ക് ലോകത്തിൻ്റെ ആദരവും വിട അതങ്ങനെ ദേശാഭിമാനി. ഒപ്പം അനശ്വരതയിൽ മാർപ്പാപ്പ എന്ന് കേരള കൗമുദി. അതോടൊപ്പം തന്നെ മറക്കില്ലൊരിക്കലും എന്ന് മാധ്യമം. ഞാൻ ഈ പത്രങ്ങളുടെ ഹെഡിങ്ങുകൾക്ക് അപ്പുറത്തേക്ക് അവരുടെ ചിത്രങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ നോക്കാം. ആദ്യം തന്നെ പറയേണ്ടത് മനോരമ തന്നെയാണ്. മനോരമ വളരെ വിശാലാടിസ്ഥാനത്തിൽ, അതായത് ഈ ചിത്രങ്ങളുടെ പ്രത്യേകത, ഇന്ത്യയുടെ രാഷ്ട്രപതിയും ഇന്ത്യയിൽ നിന്നുള്ള സംഘവും അവിടെ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ചിത്രം കൂടി ഉൾപ്പെടുത്താൻ എല്ലാ പത്രങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ബസിലിക്കയിൽ നിന്ന്, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ദേഹവുമായുള്ള വിലാപയാത്ര. ആ വിലാപയാത്രയാണ് എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട ചിത്രം. അതിൽ നമ്മളുടെ രാഷ്ട്രപതിയുടെ ചിത്രം കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമം പത്രങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു അന്തരീക്ഷം, ഏതാണ്ട് 2 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ അന്തിമോപചാര ചടങ്ങുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അർത്ഥത്തിൽ ഒരു ഫോട്ടോ കൊടുത്തുകൊണ്ട് എല്ലാം വിശദമാക്കാൻ കഴിയില്ല. എന്നാലും ഇതെല്ലാം ഉൾക്കൊള്ളിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആ കർദിനാൾമാരുടെ സംഘത്തെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, വിദേശ സംഘത്തെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും വലിയ രൂപത്തിൽ അതിനെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കേരള കൗമുദിയും ആ രൂപത്തിൽ ആ ഫോട്ടോ കുറച്ചും കൂടി വ്യക്തതയുള്ളതാണ്. നമ്മളുടെ രാഷ്ട്രപതിയെ എടുത്തറിയാൻ കഴിയുന്ന രൂപത്തിൽ, അതിൽ ഡൊണാൾഡ് ട്രംപിനെയും കൂടി എടുത്തറിയാൻ കഴിയുന്ന രൂപത്തിലാണ് കേരള കൗമുദി. ഒപ്പം തന്നെ പക്ഷേ മാധ്യമത്തിൻ്റെ ഫോട്ടോയിൽ ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, മറ്റ് ലോക നേതാക്കന്മാരുണ്ട്, ഇന്ത്യയുടെ രാഷ്ട്രപതി ഇല്ല എന്ന കാര്യം ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. രാവിലെ പത്രം വായിച്ചപ്പോഴത് ശ്രദ്ധിച്ചിരുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ചിത്രമാണത്. പക്ഷേ കേരള കൗമുദി അത് എല്ലാ അർത്ഥത്തിലും നന്നായി കൊടുത്തിട്ടുണ്ട്. മനോരമയും. മാതൃഭൂമിക്ക് പക്ഷേ അത്രയും വലിയ പടമില്ല. മാതൃഭൂമി സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യശുശ്രൂഷ ചടങ്ങിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പടമാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. എന്തായാലും ലാളിത്യത്തിൻ്റെയും കരുണയുടെയും ഉടലാർന്ന രൂപമായി കത്തോലിക്ക സഭയിലെ 141 കോടി വിശ്വാസികളെ നയിച്ച വലിയ ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം വിട നൽകുന്നു. അത് മാത്രമല്ല, പത്രങ്ങൾ വളരെ വിശദമായി, ഞാൻ ഈ 1-ാം പേജ് മാത്രമല്ല, എല്ലാ പത്രങ്ങളും ഏതാണ്ട് മാതൃഭൂമി 1-ാം പേജും 10-ാം പേജും 11-ാം പേജും അത് നമ്മൾ ചിത്രങ്ങൾ കാണിക്കുന്നതായിരിക്കും. കാരണം വിശദമായി പറയാനുള്ളൊരു സമയം നമുക്കില്ല. 10-ാം പേജും 11-ാം പേജും മാതൃഭൂമി, 1-ാം പേജും 6-ാം പേജും, മനോരമ 10, 11, മാധ്യമം 1, ദേശാഭിമാനിയുടെ വാർത്തയിൽ ഒരു പ്രത്യേകതയുണ്ട്, പറഞ്ഞു പോകാൻ നിർവാഹമില്ല. മറ്റ് പത്രങ്ങൾ ഞാൻ വളരെ വിശദമായി കണ്ടില്ല. ഇന്നലെ ഇതേ ചടങ്ങിൽ, അതായത് പിന്നെ അതാണ് ഒരുപക്ഷെ സേതു പറഞ്ഞത് ഇഴകീറി പരിശോധിക്കുമെന്ന് പറഞ്ഞത് അതുകൊണ്ടായിരിക്കും. ഇന്നലെ ട്രംപും സെലൻസ്കിയും കൂടി ഒരു കൂടിക്കാഴ്ച അവിടെ നടത്തിയിരുന്നു. അതായത് ചടങ്ങിൽ വന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനാണ്. പക്ഷേ അതേ ചടങ്ങിൽ തന്നെ ട്രംപും സെലൻസ്കിയും കൂടി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ വാർത്ത ദേശാഭിമാനി 3-ാം പേജിൽ നന്നായി വിശദമായി നൽകിയിട്ടുണ്ട്. അതിനകത്ത് രാഷ്ട്രീയം കൂടിയുണ്ട് എന്ന് നമുക്കറിയാം. നേരത്തെ സെലൻസ്കി അമേരിക്കയിലെത്തിയപ്പോൾ ട്രംപിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പെരുമാറ്റം വളരെ നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതാണ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വാർത്ത പത്രങ്ങൾ കൈകാര്യം ചെയ്തത്. മറ്റൊന്ന് ഈ MGS നാരായൺ, നമുക്കറിയാം, ഒരുപക്ഷെ ചരിത്ര വിദ്യാർത്ഥികൾക്കുമൊക്കെ അറിയാവുന്ന വലിയ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരുപക്ഷെ മലയാളത്തിൽ ലോകത്തിന് കേരളം സംഭാവന ചെയ്ത ചരിത്ര പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രമുഖനായ ആൾ എന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. അത് മാതൃഭൂമി 1-ാം പേജിൽ ആ ചരിത്രം എങ്ങനെയാണ് എന്നുള്ളത്, ആ ലേഔട്ട് കൂടി മനോഹരമാണ്. ആ ലേഔട്ട് പറഞ്ഞു തന്നെ പോകേണ്ടതുണ്ട്. സാധാരണ ഒരു ചരിത്ര രേഖ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പഴയ പുസ്തകത്താൾ പോലെ തന്നെയാണ് അതിനെ ലേഔട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതെടുത്ത് പറഞ്ഞു പോകണം. അന്താരാഷ്ട്ര പ്രശസ്തനായ ചരിത്രകാരൻ ഡോക്ടർ MGS നാരായൺ, അദ്ദേഹം ഇനി ചരിത്രം, അത്
MGS നാരായണൻ ചരിത്രമായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹം ചരിത്ര പണ്ഡിതൻ എന്നുള്ളതിനപ്പുറത്ത് ചരിത്രം ഒരുപക്ഷെ മലയാളിക്ക് അപരിചിതമായിരുന്ന, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്ക് അപരിചിതമായിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ദക്ഷിണേന്ത്യ കൂടി പരിഗണിക്കപ്പെടാതിരുന്ന ചരിത്രകാലത്തെ, ആ ചരിത്രത്തെ കേരളത്തെയും ദക്ഷിണേന്ത്യയും കൂടി ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് കൂട്ടിച്ചേർത്ത് വെച്ച ഒരു ചരിത്രകാരൻ എന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. പ്രത്യേകിച്ചും ഒരു കാലത്ത് പോലും കേരളത്തിൻ്റെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തെ എവിടെയും രേഖപ്പെടുത്താതിരുന്നപ്പോൾ MGS ആണ് അത് രേഖപ്പെടുത്തിയത് എന്ന് പത്രങ്ങൾ വളരെ വിശദമായി പറയുന്നുണ്ട്. മറക്കാനാവാത്ത 3 അക്ഷരം എന്ന് 9-ാം പേജിൽ വളരെ വിശദമായി, ആ 9-ാം പേജിൽ വളരെ വിശദമായി മാതൃഭൂമി പറയുന്നുണ്ട്. ഒപ്പം തന്നെ MGS നാരായണനെ കുറിച്ച് 12-ാം പേജിലും 13-ാം പേജിലും മനോരമ വളരെ വിശദമായി പറയുന്നുണ്ട്. എല്ലാ പത്രങ്ങളെയും വേഗത്തിൽ എടുത്തു പോകേണ്ടതുണ്ട്. ചരിത്രമെഴുത്തിൻ്റെ പെരുമാൾ, ആ ഹെഡിങ് കൂടി ഞാൻ പറയേണ്ടതുണ്ട്. കാരണം പെരുമാൾ രാജാക്കന്മാരെക്കുറിച്ച്, ചേര രാജാക്കന്മാരെക്കുറിച്ച് വളരെ വിശദമായി, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തെ വളരെ വിശദമായി എഴുതി വെച്ച ആൾ എന്ന് വേണം രേഖപ്പെടുത്താൻ. ചരിത്രം എഴുതി ചരിത്രത്തിലേക്ക്, അങ്ങനെ അതായത് ആ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയുമായി ബന്ധപ്പെട്ട് ഈ ചരിത്രം എന്ന വാക്ക് രേഖപ്പെടുത്താതെ എവിടെയും പോകാൻ കഴിയില്ല പത്രങ്ങളും. അതുകൊണ്ട് തന്നെ ആ ചരിത്രം എഴുതി ചരിത്രത്തിലേക്ക്, ചരിത്രം എഴുത്തിൻ്റെ പെരുമാൾ, ചരിത്രത്തിലെ വഴിത്തിരിവുകൾ എല്ലാം പറയുന്നുണ്ട്. അതായത് ഈ MGS നാരായണൻ്റെ ഏത് വാർത്തയിലും ചരിത്രം എന്നുള്ളത് രേഖപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. പത്രങ്ങളും അത് വളരെ വിശദമായി ആ ചരിത്രം എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ വാർത്തയ്ക്കൊപ്പം ചേർത്ത് എഴുതാൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം പറയുന്നു. മാതൃഭൂമിയും കൂടി ഞാൻ പറഞ്ഞു പോകാം വേഗം. മാധ്യമവും ഒക്കെ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ചരിത്ര വിജ്ഞാനീയത്തിലെ പെരുമാൾ എന്നാണ് മാതൃഭൂമിയുടെ ഒരു വാർത്തയുടെ തലക്കെട്ട്. അങ്ങനെ മറക്കാനാവാത്ത 3 അക്ഷരം വളരെ വിശദമായി. സ്വതന്ത്ര ചിന്തകരുടെ നേതാവ്, അന്വേഷണം തന്നെ ജീവിതം, അതായത് ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇനി ഈ പേരിനപ്പുറത്തേക്ക് മറ്റൊരു പേരില്ല എന്ന് സമർത്ഥിക്കേണ്ടി വരും. അത് രൂപത്തിൽ പത്രങ്ങളെല്ലാം വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. എന്തായാലും മറ്റ് പത്രങ്ങളിലേക്കൊന്നും വളരെ വിശദമായി ഓടി പോകുന്നില്ല. മറ്റൊന്ന് നമുക്കറിയാം, ഈ 3-ാമത്തെ വാർത്ത പെഹൽഗാം ഭീകരാക്രമണം തന്നെയാണ്. വേറെ തർക്കമില്ലാത്തൊരു വാർത്തയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് മാതൃഭൂമി നൽകിയിട്ടുണ്ട്. പെഹൽഗാമിന് പിന്നിൽ പാകിസ്ഥാൻ, തെളിവുണ്ട്. അത് ഒരുപക്ഷെ ഒരു പത്രം, മലയാള പത്രം വളരെ ഷാർപ്പായിട്ട് പറയുന്നത് ഇത് മാതൃഭൂമിയാണെന്ന് വിചാരിക്കുന്നു. പിന്നിൽ പാകിസ്ഥാൻ എന്ന് വളരെ ഷാർപ്പായി പറയുന്നുണ്ട്. തെളിവുണ്ടെന്ന് കൂടി മാതൃഭൂമി ഷാർപ്പായി പറയുന്നുണ്ട്. പാക് ബന്ധത്തിന് വിശ്വസനീയ തെളിവ് കിട്ടിയെന്ന് ഇന്ത്യ. അത് നിഷ്പക്ഷ അന്വേഷണം തയ്യാറെന്ന് പാകിസ്ഥാൻ ഇന്നലെ പറയുന്നുണ്ട്. അതിനൊപ്പമാണ് ഈ തെളിവുണ്ട് എന്നുള്ള വാർത്ത കൂടി മാതൃഭൂമി പറയുന്നത്. അത് ഒരുപക്ഷെ വളരെ ഷാർപ്പായ വാർത്തയാണെന്ന് കരുതേണ്ടി വരും. മനോരമ അവിടെ പറയുന്നത് കശ്മീരിൽ നിരന്തര റെയ്ഡും അറസ്റ്റും എന്നുള്ളതാണ്. ഭീകരബന്ധമുള്ള 4 വീടുകൾ കൂടി ഇടിച്ചു നിർത്തിയെന്ന് കൂടി പറയുന്നുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങൾ വളരെ വിശദമായി ഒന്ന് ഓടിച്ചു പോകേണ്ടതുണ്ട്. കാരണം ഇംഗ്ലീഷ് പത്രങ്ങളിൽ വാർത്തകൾ കുറച്ചും കൂടി വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ഇത്തരം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മലയാള പത്രങ്ങൾ നമ്മളെ ഒന്ന് പരിഗണിച്ചാണ് പോകുന്നത്. ഇംഗ്ലീഷ് പത്രങ്ങൾ അങ്ങനെയല്ല കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. 15 ലോക്കൽ കേഡേഴ്സ് ഹെൽപ്ഡ് വാലി അറ്റാക്കേഴ്സ്, അങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് അവിടെ പ്രാദേശിക സഹായം കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു പക്ഷേ ന്യൂസ് മലയാളം 2-ാമത്തെ ദിവസം ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ഈ പ്രാദേശിക സഹായത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ ചാനൽ. അത് ഇന്ന് പറയുകയാണ്, അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ തൈമൂർ റാഹിത്ത് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ഇന്നലെ ഒരു സിമ്പൽ ഇങ്ങനെ കാണിച്ചിരുന്നു. ആ സിമ്പൽ ഞാനത് വിശദമായി പറയുന്നില്ല, കാരണം അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ ഫോട്ടോ അടക്കം കൊടുത്തിട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ അത് വളരെ വിശദമായി കൊടുക്കുന്നത്. ഒപ്പം ലഷ്കർ ഇ തോയ്ബയുടെ പങ്കിനെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. ഇതിനൊപ്പം ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു വാർത്ത, ജൂൺ മാസം മുതൽ കൈലാസ് മാനസ സരോവർ യാത്ര ആരംഭിക്കുകയാണ്. ഈ ഭീകരാക്രമണമൊക്കെ നടന്നെങ്കിൽ പോലും കൈലാസ് മാനസ സരോവർ യാത്ര ആരംഭിക്കുന്നു. ഏതാണ്ട് 750 പേരാണ് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പത്രങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ജൂണിൽ ആരംഭിക്കുന്നു. അത് ഒരുപക്ഷെ അതിനൊപ്പം തന്നെ ടൈംസിലും ഹിന്ദുവിലും ഒക്കെയുള്ള വിശദമായ വാർത്ത, പാക് അറ്റാക്ക് നടക്കുമ്പോൾ തന്നെയും, അല്ലെങ്കിൽ ഇങ്ങനൊരു ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ തന്നെയും പഹൽഗാമിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മുടെ റിപ്പോർട്ടർ അവിടെ നിന്ന് ലൈവായി റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അത് ഒരുപക്ഷെ വളരെ പ്രസക്തമുള്ള കാര്യമാണ്. കാരണം പഹൽഗാം ഇത്രയും വലിയ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴും സഞ്ചാരികൾ അവിടേക്ക് പോകുന്നുണ്ട്. അതുമാത്രമല്ല, എക്സ്പ്രസ് പറയുന്നത് അവിടെ സഞ്ചാരികൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ കശ്മീരി ആളുകളുണ്ട് എന്നുള്ളതാണ്. ടൂറിസ്റ്റ് ഫീൽ സേഫ്, അതായത് സഞ്ചാരികൾക്ക് വളരെ സ്വതന്ത്രമായ അന്തരീക്ഷം അവിടെ ഒരുക്കാൻ അവിടെയുള്ള ആളുകൾ തന്നെ തയ്യാറാണ്. കാരണം അവിടെ അവരുടെ ജീവിതമാർഗ്ഗമാണെന്ന് നമുക്കറിയാം. അത് ആ വാർത്തകൾ ഇംഗ്ലീഷ് പത്രങ്ങൾ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. മാതൃഭൂമി നൽകിയ മറ്റൊരു വാർത്ത കൂടി വേഗത്തിൽ പറഞ്ഞു പോകാം. മാതൃഭൂമിയുടെ 12-ാം പേജിൽ നമുക്കറിയാം, നമ്മുടെ മലയാളിയായിട്ടുള്ള രാമചന്ദ്രൻ കൊല്ലപ്പെട്ടൊരു വാർത്ത വളരെ വേദന ഉണ്ടാക്കുന്ന വാർത്തയാണ്. ആ വാർത്തയിൽ അവരുടെ മകൾ എടുത്തൊരു നിലപാട്, അവർ സധൈര്യം അതിനെ നേരിട്ടത് ഒക്കെ നമുക്കറിയാം. ആ
ആ സഹോദരി അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അവിടെ മുസാഫിർ അഹമ്മദ് എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അച്ഛൻ വെടിയേറ്റ് മരിക്കുന്നത് കൺമുന്നിൽ കണ്ടിട്ടും തളരാതെ അമ്മയെയും മക്കളെയും ചേർത്ത് പിടിക്കാൻ ധൈര്യം കാട്ടിയ എൻ്റെ സഹോദരിക്ക് വലിയൊരു സല്യൂട്ട് എന്ന് പറയുന്നത് മുഹമ്മദ് മുസാഫിറാണ്. ആരതി പറഞ്ഞ, അതായത് ആരതി ഈ പേര് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം ആ പേര് പറയാനുള്ള സാഹചര്യം ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാവുന്നതാണ്. ആ പേര് പറഞ്ഞ മുസാഫിർ അഹമ്മദിനെ കണ്ടുകൊണ്ട് മാതൃഭൂമി ശ്രീനഗർ എന്നുള്ള സ്റ്റോറി ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ സ്റ്റോറിയാണ് 12-ാം പേജിൽ. സഹോദരി സല്യൂട്ട് എന്നാണ് കശ്മീരിലെ സഹോദരൻ മുസഫർ പറയുന്നത്. ഈ പേരുകൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയായതാണ്. ഒരു പക്ഷേ ഏറ്റവും മനോഹരമായ ദേശസ്നേഹത്തോട് ചേർത്ത് നിർത്താവുന്ന ഏറ്റവും നല്ല വാർത്തയായിരുന്നു ആരതി പറഞ്ഞത്. അത് മാതൃഭൂമി വളരെ നന്നായി വാർത്തയാക്കി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി എടുത്തു പറയേണ്ടത് 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ദേശാഭിമാനിയുടെ 1-ാം പേജിൽ, അതായത് ഈ മറ്റു പത്രങ്ങളൊക്കെ ഈ വാർത്ത ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ദേശാഭിമാനി 1-ാം പേജിൽ കൊടുത്തിട്ടുള്ളത് അതിർത്തിയിൽ സംഘർഷ ഭീതി, ബങ്കറുകൾ ഒരുക്കുന്നു. അതായത് ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ട് അതിർത്തിയിൽ എന്ന് ദേശാഭിമാനി വളരെ ഷാർപ്പായി പറയുന്നു. ഞാൻ മാതൃഭൂമി പെഹൽഗാമിന് മുന്നിൽ തെളിവുണ്ടെന്ന് ഷാർപ്പായി പറയുമ്പോൾ ദേശാഭിമാനി പറയുന്നത് അവിടെ സംഘർഷ ഭീതിയാണ്, ബങ്കറുകൾ, അതായത് ഭൂമിക്കടിയിൽ കുഴികൾ കുഴിച്ചുകൊണ്ട് ആ രൂപത്തിലേക്ക് പോകുന്നു. അതായത് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടെന്ന് പറയാതെ പറഞ്ഞു വെക്കാൻ ദേശാഭിമാനി ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇനിയുള്ളത് ഒരു വാർത്ത കൂടി, അതായത് മാതൃഭൂമിയുടെ 7-ാം പേജിൽ, അതായത് ഇതൊന്നും അല്ലാത്തൊരു വാർത്ത, അതായത് മറ്റ് പത്രങ്ങളില്ലാത്ത വാർത്തകൾ സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് ആ വാർത്തകളൊന്ന് എടുത്തു പോകാം. അതായത് PK ശ്രീമതിയെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ CPM-ൻ്റെ ഈ പ്രായപരിധിയിൽ ഒഴിവായി പോയ ആളാണ്. പക്ഷേ അവർക്ക് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശം, അപ്രഖ്യാപിത വിലക്ക് എന്നൊക്കെയാണ് ഒരു പക്ഷേ മാതൃഭൂമി പറഞ്ഞു പോകുന്നത്. PK ശ്രീമതിക്ക് പിണറായിയുടെ വിലക്ക്, അത് കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അസാധാരണ വിലക്ക് ഏർപ്പെടുത്തി CPM കേരള ഘടകം എന്നുള്ളതാണ്. എന്താണ് ആ വാർത്ത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും വളരെ അങ്ങനൊരു വാർത്ത ഒരുപക്ഷെ ഇന്നലെ ഒന്നും ശ്രദ്ധയപ്പെട്ടില്ല. പിണറായിയുടെ വിലക്ക് എന്നുള്ളത് കാരണം മാതൃഭൂമി തന്നെ പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും അത് മാത്രമല്ല, പിന്നെ വീണയുടെ CMRL കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുണ്ട്. അതിൽ പത്രങ്ങൾ തമ്മിലുള്ള, അതായത് ഈ വലിയ വാർത്തകളെ വീണയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ദേശാഭിമാനി 5-ാം പേജിൽ വാർത്ത നൽകിയിട്ടുണ്ട്. എന്തായാലും സേതു, വിശദമായ ഒരുപാട് വാർത്തകളുള്ള ദിവസം കൂടിയാണിത്, എടുത്തു പറയാൻ ഉണ്ട്. എന്നാൽ ഞാൻ നിർത്തുന്നു. ഓക്കെ മിസ്റ്റർ ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഹാപ്പി സൺഡേ, ബൈ.